ഒരാൾ തന്നെ ചെയ്യുന്നതല്ല. കൂട്ടുകാര് ദിവസങ്ങളോളം ആലോചിച്ച് ഗൂഢാലോചനയുടെ പദ്ധതി ഉണ്ടാക്കി നടത്തുന്നതാ. എല്ലാ തിന്മയുടെ മുകളിൽ കൂട്ടുകാരുണ്ടെങ്കിൽ മദ്യപിക്കാനും പലിശ മേടിക്കാനും പട്ടച്ചാരായം കുടിക്കാനും നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. സഹോദരങ്ങളെ, പൗവല് വയലും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. 1.5 മണിക്കൂർ ഇവിടെ പ്രഭാഷണം കഴിഞ്ഞ് എന്റെ ബഹുമാനനായ സുഹൃത്ത് മിസ്ബാഹ് യൂസുഫിന്റെ കാറിൽ വരുമ്പോ റെയിൽവേ ക്രോസിന്റെ പുറകില് റെയിൽവേ ക്രോസിന്റെ ഗേറ്റ് തുറക്കുന്നതിനും കാത്തു നിൽക്കുമ്പോ എത്രയോ ചെറുപ്പക്കാരാണ് അവര് ബൈക്കിൽ 2-3 പേരുമായി വഴുന്ന് കേൾക്കാൻ വരുന്നു. അറിയാതെ ചിന്തിച്ചു പോയി, പടുത്തുറത്ത് ഇവര് നന്മ കേൾക്കാൻ കൂടിയവരാണല്ലോ. പള്ളത്തിൽ അഹമ്മദ് കബീർ വാഖവിയുടെ വഴുതണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനെ വിളിച്ച് ബൈക്കിൽ കയറ്റി വരുമ്പോ അല്ലാഹ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ. കാരണം എന്തെന്നറിയോ? തെറ്റിലോട്ട് വിളിക്കുന്നവൻ കൂട്ടുകാരനല്ല, തെറ്റിലേക്ക് ക്ഷണിക്കുന്നവൻ കൂട്ടുകാരനല്ല, മദ്യപിക്കാൻ സഹായിക്കുന്നവൻ കൂട്ടുകാരനല്ല, അവൻ യഥാർത്ഥ കൂട്ടുകാരനല്ല. കാരണം വഴിപഴപ്പിച്ച കൂട്ടുകാരനാരെന്നറിയുമോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. പിശാചിന്റെ വാക്ക് കേട്ടപ്പോ പിശാച് വന്നിട്ട് ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞപ്പോ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ആദം നബിയും ഹവ്വാ ബീവിയും പഴം കടിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. ഫദല്ലാഹുമാ ബിഗുറൂർ. ആ പിശാച് അവരെ രണ്ടുപേരെ ഈ ചതിക്കുഴി തോണ്ടി കൊടുത്തു. അല്ലാഹു പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഫദല്ലാഹുമാ ബിഗുറൂർ. ആ പിശാച് ആദം നബിയെയും ഹവ്വാ ബീവിയെയും ചതിക്കുഴിയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആദം നബിയെയും ഹവ്വാ ബീവിയെയും ചതിക്കുഴിയിലോട്ട് പറഞ്ഞു വിട്ടു ഖുർആൻ. ഫദല്ലാഹുമാ ബിഗുറൂർ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ, അവർക്ക് വഞ്ചനയുടെ വഴി കാണിച്ചു കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ആദം നബിയെയും ഹവ്വാ ബീവിയെയും പിഴപ്പിക്കാൻ പിശാചെടുത്ത രൂപമേതായിരുന്നു? പിശാചെടുത്ത രൂപമേതാ? ആദം നബിയോട് ഹവ്വാ ബീവിയോടും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്നും കൂട്ടുകാർ ചെയ്യുന്ന പരിപാടി ഇതാ. ഇല്ലാൻ തക്കൂന മലക്കൈനി ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി. ഒരു മാന്ത്രിക മരം നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ, അത് തിന്നാൽ വമുൽക്കില്ലാ യബ്ലാ, തീരാത്ത ഐശ്വര്യം കിട്ടും. ഇന്നും കൂട്ടുകാർ പറയുന്ന ഇതാ. ഒന്നും അറിയാത്ത അവന്റെ അടുക്കൽ വന്നിട്ട് പറയും, ഒരു മാന്ത്രിക വസ്തു നിനക്ക് ഞാൻ തരട്ടെ, അത് നിന്റെ ചുണ്ടിന്റെ അടിയിൽ വെച്ചാ നീ ദുനിയാവിലെ സ്വർഗം നേരിട്ട് കാണും. അവൻ ആദ്യത്തെ പൊതി കഞ്ചാവ് കൊടുക്കും, അല്ലെങ്കിൽ ആദ്യത്തെ ഹഷി. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാച് പരത്തിയ അതേ തന്ത്രമാണ് കൂട്ടുകെട്ടിന്റെ ഇടയിൽ. ഒരു ചെറിയ പൊതി അല്ലെങ്കിൽ ഒരു ചെറിയ സിഗരറ്റ്, നീ ഇത് തിന്നു നോക്ക്, ദുനിയാവിലെ സ്വർഗം നീ ഇപ്പൊ കാണും. അവനതെടുത്തിട്ട് ആ സാധനം ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി. അങ്ങനല്ലേ പാവം പിള്ളേർക്കൊന്നും അറിഞ്ഞൂടാ, കഷ്ടം ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട്, പിന്നെ നമ്മുടെ മക്കളാണ് ഒരു ഗുണമുണ്ട്, പണ്ട് മുതലേ അവന്മാർ ഊതിയ കഴിക്കും, ഒരൊറ്റ ഊതല. അതിൻ്റെ പൊടിയെല്ലാം അങ്ങ് പറന്നു പോകും, എൻ്റെ കട്ടയൊക്കെ അതിനകത്ത് കിടക്കും. അതിങ്ങനെ ചുരുട്ടി എടുത്ത് അതിൻ്റെ ആദാബും ഷർത്തും ഫർളും അനുസരിച്ച് ഈ ചുണ്ടിൻ്റെ ഇടയിലോട്ട് തിരികെ വെച്ചാൽ പിന്നെ മൂപ്പിലാൻ ദുനിയാവിലെ സ്വർഗത്തിലാ. ആരാ തന്നത്? കൂട്ടുകാരൻ. അല്ലാതെ ആകാശത്തിൽ നിന്ന് മഞ്ഞ സൽവ ഇറങ്ങിയത് മാറി ഇറങ്ങിയതല്ലല്ലോ. എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ പഠിച്ചോളി, കൂട്ടുകെട്ട് ആപത്താണ്. എല്ലാ കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം. 9 കൂട്ടുകാരുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞ കൂട്ടുകാരാണ്, ഞാൻ പറഞ്ഞ കൂട്ടുകാരല്ല. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ പറയുന്നു, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഈ പഴം കഴിക്കാൻ പറഞ്ഞപ്പോൾ ആദം നബിയും ഹവ്വാ ബീവിയും പറഞ്ഞു, ഓ അങ്ങനെയാണോ, ഇത് കഴിച്ചാൽ അങ്ങനെ മലക്കായി മാറുമോ? ശങ്കിച്ച് നിന്നപ്പോ പിശാച് എന്ത് ചെയ്തു? കൂട്ടുകാരൻ ആദം നബി ഹവ്വാ ബീവിയും അല്ലാത്ത സംശയത്തോടെ നിൽക്കുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നു, ബഹുമാനപ്പെട്ട ആദം നബിയോട് പിശാച് പറഞ്ഞുവത്രേ, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ സത്യം ചെയ്തിട്ട് പിശാച് പറഞ്ഞുവത്രേ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ മാത്രമാ, നിങ്ങൾക്കൊരു നന്മ വരട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, കൂട്ടുകാരെ, ആദ്യമായിട്ട്
പിശാചി എടുത്തണിഞ്ഞ രൂപം. ആദം നബിയെയും ഹവ്വാ ബീവിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പിശാചി എടുത്തണിഞ്ഞ രൂപം ഏടെന്നറിയോ? ശത്രുവിന്റെ രൂപമല്ല. ഞാൻ നിങ്ങളുടെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ മാത്രമാ. അള്ളാന്റെ ഖുർആന്റെ ചരിത്രം പഠിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കൂട്ടുകാരന്റെ രൂപത്തിലാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എപ്പോഴും അള്ളാന്റെ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കുന്നത് ആ സ്വർഗത്തിന്റെ കവാടത്തിലോട്ട് കടന്നു ചെല്ലാൻ നിന്നെ അനുവദിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ നിന്നെ വഴിതെറ്റിക്കുന്നത് അത് നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിരിക്കും. ആത്മാർത്ഥ കൂട്ടുകാരനാ മനുഷ്യനെ ആദ്യം ചതിച്ചതെങ്കിൽ അള്ളാന്റെ ഖുർആന്റെ വാക്ക് പാടാവുകയില്ല. ലോകത്തെല്ലാവരും പറയുന്നതെന്താ? ഓരോ മാതാപിതാക്കളും പറയുന്നതെന്താ? ഉസ്താദേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എന്റെ മകൻ നല്ല സ്വഭാവമായിരുന്നു, അവൻ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുമായിരുന്നു. +2 പോയപ്പോ, കോളേജിന് പോയപ്പോ, എഞ്ചിനീയറിംഗിന് പോയപ്പോ അവന് കുറെ കൂട്ടുകാരെ കിട്ടി, അവൻ വഴിപടച്ചു പോയി ഉസ്താദേന്ന്. എത്രയോ ആളുകൾ പറയുന്നുണ്ട്. 1000 ചീനതകൾക്ക് വേണ്ടി, 1000 അശ്ലീലതകൾക്ക് വേണ്ടി ഖുർആനിലെ കൂട്ടുകാരെ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ. സഹോദരങ്ങളെ, കൂട്ടുകെട്ട് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഖുർആൻ എന്ന് പറഞ്ഞത് നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ. ലോകത്ത് ഏറ്റവും കൂട്ടുകാരാണ് നിന്നെ വഴിതെറ്റിക്കൊണ്ടതെങ്കിൽ, 7 പെൺമാണിപത്തിന്റെ നടുവിൽ കൂട്ടുകാരാണെങ്കിൽ, സഹോദരങ്ങളെ, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ഞാൻ 1 മാസത്തിന് മുമ്പ് പ്രഭാഷണത്തിന് വരുമ്പോ രാവിലെ കേട്ട വാർത്ത എന്താണെന്നറിയോ? അങ്ങകലെ തമിഴ്നാട്ടിൽ നിന്ന്, അങ്ങകലെ പശ്ചിമ ബംഗാളിൽ നിന്ന് 17 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി, പശ്ചിമ ബംഗാളിയായ 17 വയസ്സുകാരി പെൺകുട്ടി അവളുടെ കാമുകനെ അന്വേഷിച്ച് കേരളത്തിൽ വന്ന് കേരളത്തിലെ പട്ടാമ്പിയിൽ വന്നു. അവളുടെ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്ത് ജോലി എന്നറിയോ? സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരിയിട്ട് കൊടുക്കുന്ന ജോലി. പാവപ്പെട്ട തമിഴനായ മനുഷ്യന്, ബംഗാളിയായ 17 വയസ്സുകാരി ഒരു തമിഴനാണ് അവളുടെ പെങ്ങളെ, അവളുടെ സഹോദരിയെ വിവാഹം ചെയ്തത്. ഏതോ ഒരു കൂട്ടുകാരന്, ഒരു കാമുകൻ അവളെ ബംഗാളിൽ നിന്ന് വഞ്ചിച്ചു അത്രേ. അവൻ അവിടെ നിന്ന് കേരളത്തിലോട്ട് കടന്നു. തന്നെ പ്രേമ വാഗ്ദാനം നൽകി വല്ലാതെ കടന്നുപോയ കാമുകനെ തേടി 17 വയസ്സുകാരിയായ പാവപ്പെട്ട ബംഗാളി പെൺകൊട് അവളെ പട്ടാമ്പിയിൽ വരുമ്പോ അവളുടെ സഹോദരി ഭർത്താവ് കാമുകനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവൻ തമിഴ്നാട്ടിലോട്ട് കടന്നു കളഞ്ഞു. ഒരു കൂട്ടുകാരിയെയും കൂട്ടി, തന്റെ ഈ സഹോദരിയുടെ അനുജത്തിയെയും കൂട്ടി ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരന്, സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരി കൊടുത്ത തമിഴ്നാട്ടുകാരന്, അവൻ അവളെയും കൂട്ടി തമിഴ്നാട്ടിൽ പോയി. അവിടെ പോയി കാമുകനെ അന്വേഷിച്ച് കണ്ടില്ല. സന്ധ്യാസമയത്ത് തിരിച്ചു വരുമ്പോ, കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ, വനമേഖലയിലൂടെ തിരിച്ചു വരുമ്പോ, സഹോദരങ്ങളെ, ഷോളയാർ വനത്തിന്റെ നടുവിലുള്ള മലമ്പാതയിലൂടെ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി. കടന്നു വരാൻ മാർഗമില്ല, വാഹനമില്ല. കാട്ടുപാതയുടെ നടുക്ക്, മലമാതയുടെ നടുക്ക്, നിബിഡ വനത്തിന്റെ നടുവിലുള്ള കാട്ടുപാതയിൽ ആ പാവപ്പെട്ട 17 വയസ്സുകാരി പെണ്ണും അവളുടെ സഹോദരി ഭർത്താവായ തമിഴനായ ചെറുപ്പക്കാരനും കാത്തു നിൽക്കുമ്പോ ഒരു നാഷണൽ പെർമിറ്റ് ലോറി വന്നു. ആ ലോറിയുടെ മുമ്പിൽ 3 ചെറുപ്പക്കാർ ആശയോടെ കൈനീട്ടി കാടിന്റെ നടുവിൽ അകപ്പെട്ടു പോയി. പാവങ്ങൾ, ദിശയറിയില്ല, വടിയറിയില്ല, അന്യനാട്ടുകാർ. അവര് കൈനീട്ടി ആ ലോറിയിലിരിക്കുന്നവര് തങ്ങൾക്കൊന്ന് വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ, അവര് തങ്ങളൊന്ന് നാട്ടിലെത്തിച്ചിരുന്നുവെങ്കിൽ. 17 വയസ്സുകാരി പെണ്ണിനെ കണ്ടപ്പോ അവര് വാഹനം നിർത്തി. ആ പാവപ്പെട്ട 2 പേരെ വാഹനത്തിൽ കയറ്റി ഹിംസ്രജന്തുക്കളെ തിങ്ങിപ്പാർക്കുന്ന വനത്തിലൂടെ ആ വാഹനം നടന്നു പോകുമ്പോ, സഹോദരങ്ങളെ, ആ ഒടിഞ്ഞ വനത്തിന്റെ ഭാഗത്തെത്തുമ്പോ ആ 3 പേര്, ഡ്രൈവറിൽ ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് വേറൊരുത്തനെ വിളിക്കുന്നത് കണ്ടു. ഭാഷ അറിയാത്തത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ല. മലയാള ഭാഷയിൽ അവൻ പറഞ്ഞതെന്തെന്ന്, മൊബൈൽ ഫോണിലൂടെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞതെന്തെന്ന് ആ പാവപ്പെട്ട പെണ്ണ് തിരിച്ചറിഞ്ഞില്ല. നമ്മുടെ ഈ പച്ച മലയാളത്തിൽ നടന്ന കഥയാണ് പറയുന്നത്. എന്തിനാണ് ഖുർആനിലെ കൂട്ടുകാരെന്ന് ചോദിച്ചാ മറുപടി പറയും, അതിനെ കുറിച്ചേ പറയാൻ പാടുള്ളൂ. അതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത്. സഹോദരങ്ങളെ, നിബിഡവനത്തിലെത്തിയപ്പോ, ആളുകൾ പാർക്കാത്ത നിബിഡവനത്തിലെത്തിയപ്പോ ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരനെ 2 കൈയും 2 കാലും കെട്ടി അവനെ ലോറിയുടെ ക്യാബിനിൽ ഇട്ടിട്ട് താക്കോല് കൊണ്ടുകൂട്ടി. 17 വയസ്സുള്ള ബംഗാളി പെൺകൊടിയെ 3 പേരും താങ്ങിയെടുത്തു കൊണ്ടുപോയി. ആരും കാണാത്ത വനത്തിന്റെ നടുവ്, കാരണച്ചോലയുടെ നടുവ് ആ 3 പേർ ഈ പാവപ്പെട്ട പെൺകുട്ടി
കുട്ടിയെ മാനഭംഗപ്പെടുത്തി മലത്തിക്കിടത്തി മാനഭംഗം ചെയ്യുമ്പോ ഓരോരുത്തരായി അർത്ഥമറിയാത്ത ഭാഷയിൽ പാവപ്പെട്ട നിഷ്കളങ്ക 17 നിലവിളിക്കുമ്പോ ഓരോരുത്തരായി അവളെ കടിച്ചു മുറിച്ചിട്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ മാനം ചിന്തുമ്പോ ആ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രമൂരി മാറുമ്പോ കാട്ടിൽ താമസിക്കുന്ന കാട്ടാന പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, കുറുക്കം പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, ഷോളയാറ് വനത്തിലെ കുറുനരി പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ. കുറുനരികൾ ഇങ്ങനെ അക്രമം കാണിക്കാറില്ല, കാട്ടാന ഇങ്ങനെ പിടിയാണിങ്ങനെ മാനം കെടുത്താറില്ല, കാട്ടുപുലിയും ചെമ്പുലിയും ഇങ്ങനെ മട്ടരുത്തന്റെ പച്ചമാംസം കത്തിപ്പിടിക്കാറില്ല. സഹോദരങ്ങളെ 3 പേര് മാറി ആ 17 വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്തി അവളുടെ ഉടുതുണി വലിച്ചെറിഞ്ഞു. അവസാനം ആ പെണ്ണ് എഴുന്നേറ്റോടുമ്പോ വനാന്തരത്തിലൂടെ ഒരാശ്രയം തേടി ഓടുമ്പോ അങ്ങകലെ നിന്നൊരു ബൈക്കിന്റെ വെളിച്ചം കണ്ടു. ഏതെങ്കിലും ഒരു സഹായിയാണെന്ന് കരുതി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന ആ പെണ്ണിന്റെ മുമ്പിൽ ബൈക്ക് നിന്നു. ഒരു സിനിമയുടെ കഥയല്ല ഞാൻ പറയുന്നത്, ഒരു റൊമാൻറ്റിക് ഭാവനയല്ല പറയുന്നത്. ആ ബൈക്കിൽ വന്നവൻ രക്ഷകനാകുമെന്ന് കരുതിയപ്പോ ആ ബൈക്കിൽ വന്നത് ആരെന്നറിയുമോ? ഇരയെ കെട്ടിയപ്പോൾ ലോറി ഡ്രൈവർ ഫോണിൽ വിളിച്ചു വരുത്തിയ കൂട്ടുകാരൻ. എനിക്കൊരുത്തിയെ കെട്ടിയിട്ടുണ്ട്, പങ്കുവെക്കാൻ വരാൻ പറഞ്ഞപ്പോ നാട്ടിലിരുന്ന കാട്ടുമൃഗം, അവന്റെ പേര് സുധീർ എന്നാണ്, അവനാണ് വന്നത് ഇരയെ പങ്കുവെക്കാൻ. അവനും പിടിച്ചു നിർത്തി സഹായിയാകുമെന്ന് കരുതി നിലവിളിച്ചവൻ പിടിച്ചു കെട്ടിയവളെ മാനം ചെയ്യുമ്പോ ഉടുതുണി വലിച്ചെറിഞ്ഞു പെണ്ണിനെ പരിപൂർണ വസ്ത്രയായി 4 പേര് പിച്ചു ചിന്തിയ പെണ്ണ് നാട്ടിലൂടെ ഭ്രാന്ത് പോലെ ഓടുമ്പോ നിലവിളി കേട്ട ഏതോ അയൽവക്കക്കാരാണ് ഓടി ചെല്ലുമ്പോൾ നൂൽബന്ധമില്ലാതെ കടിച്ചു പറിച്ച ചുണ്ടുകളുമായി ശരീരവുമായി പൊട്ടിക്കരയുന്ന പെണ്ണ് ആരോ മറയ്ക്കാൻ വസ്ത്രം കൊടുത്തു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ബംഗാളിയായ 17 വയസ്സുള്ള പെണ്ണിനെ കാണണോ? കാസർഗോഡുകാരെ കാണണോ? പട്ടാമ്പി ഗവൺമെന്റ് ഹോസ്പിറ്റലില് മാനസിക നില തകരാറിലായി ഭ്രാന്തിയെ പോലെ ആ 17 വയസ്സുകാരി. ആരാണ് ചെയ്തത്? ഒരു പെണ്ണിനെ കിട്ടിയപ്പോ വരാൻ പറഞ്ഞ് മൊബൈൽ ഫോണിൽ കൂട്ടുകാരനെ വിളിച്ചു. ആ കൂട്ടുകാരൻ പങ്കുവെച്ചപ്പോ സഹോദരങ്ങളെ കൂട്ടുകെട്ടാണ് തകർത്തത്. എല്ലാ തിന്മയുടെ മകളിലും കൂട്ടുകെട്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളത്തെ പ്രിയപ്പെട്ട പെങ്ങളെ, നല്ലവരോടെ കൂട്ടുകൂടാവൂ, എല്ലാവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ, കേരളത്തിൽ നടന്ന എത്രയോ പെൺവാണിഭങ്ങളുണ്ട്. കിളിരൂര് പെൺവാണിഭം, കവിയൂര് പെൺവാണിഭം, വിതിര പെൺവാണിഭം. 15 വയസ്സ് പ്രായമുള്ളപ്പോ സീരിയലിൽ അഭിനയിക്കുന്ന സ്വപ്നമായി പൂമ്പാട്ടകളോട് സ്വപ്നം പറഞ്ഞ അവസാന കോട്ടയം മെഡിക്കൽ കോളേജിൽ 85% കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടന്ന നിന്റെ കിളിരൂരിലെ ശാരിയ വീട്, കവിയൂരിലെ അനഘയ വീട്. കിളിരൂര് പെൺവാണിഭ കേസിൽ കോടതി ശിക്ഷിച്ചു. ആരാണ് 15 വയസ്സുള്ള പെണ്ണിന് 70 പേർക്ക് പിച്ച് ചിന്നാൻ കൊടുത്തതെന്നറിയോ? ആ നാട്ടിലെ കാമുകന്മാരല്ല, അവളുടെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിലേതായ സ്നായരാണ്. ആരാണ് കൊടുത്തത്? അവളുടെ അമ്മയുടെ കൂട്ടുകാരി. ആ കൂട്ടുകാരിയാണ് പ്രലോഭിച്ചിട്ട് കൊടുത്തത്. ഏത് പെൺവാണിഭത്തിന്റെ കഥ എടുത്തു നോക്കോ. ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുത്തത് ആണല്ല, അവരുടെ കൂട്ടുകാരിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, പിശാച് നിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരാത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാന